ഉലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു, പണ്ട് യുഗങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അമ്പലമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അതായത് മനുഷ്യനും ഈ ലോകവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഈശ്വരനായിരുന്നു. അപ്പോൾ ഈശ്വരനെ പ്രത്യേകം പോയി തൊഴേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. കാലം മാറി ഇന്ന് നമ്മൾ എത്തിയപ്പോൾ മനുഷ്യൻ്റെ ഇടയിൽ ഈശ്വരനല്ല മറ്റ് ആർഭാടങ്ങളും മറ്റ് സുഖലോലുപതയും ഒക്കെ വർദ്ധിച്ചു വന്നപ്പോൾ, അമ്മ പറഞ്ഞ പോലെ കലികാലത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ ഈശ്വരന് അല്ലെങ്കിൽ അമ്പലങ്ങൾക്ക് പ്രാധാന്യം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ കല്ലിൽ പോലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈശ്വരനുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ ക്ഷേത്ര സംസ്കാരം എത്രമാത്രം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുവോ അത്രയും അഭിവൃദ്ധി നമുക്ക് തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന തിരിച്ചറിവ് കൂടെ നമ്മുടെ സംവാദം ഇവിടെ ക്രോഡീകരിക്കുകയാണ്. ഒരു ചോദ്യം കൂടി ഉണ്ടെന്നാ പറയണേ. അപ്പൊ ആ ചോദ്യകർത്താവ്. തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ചോദിക്കുകയാണ് വേണ്ടത്, അപ്പോഴാണ് നമുക്ക് അറിവ് കിട്ടുള്ളൂ. ഇപ്പോൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഒരു പരസ്പര അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും കൂടിയുള്ള ഒരു അവസരമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ പുതിയ ചോദ്യങ്ങൾ ചോദിക്കണം, അപ്പോഴേ അറിവ് കൂടുതലായിട്ട് ഉണ്ടാവുള്ളൂ. അതെ, ഉമ്മറത്ത് തൂക്കുവിളക്ക് കത്തിക്കാൻ പാടില്ലേ? ഉമ്മറത്ത്, വീടിന്റെ ഉമ്മറത്ത് തൂക്കുവിളക്ക് കത്തിക്കാൻ പാടുണ്ടോ? അതിന് വല്ല ദോഷമുണ്ടോ കത്തിക്കണേന്? വിളക്ക് കത്തിക്കണേന് എന്ത് വിളക്ക് വേണമെങ്കിൽ അവിടെ കത്തിക്കാമോ? അല്ല, ഓരോരുത്തര് പാടില്ല എന്ന് പറയണ്ടേ, അത് കാരണം ചോദിക്കണതാ. വിളക്ക് എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്, അത് കത്തിക്കാം. ആരോട് ചോദിക്കണം. നമസ്കാരം, അങ്ങൊന്ന് ഇവിടുന്ന്. ഞാൻ നൈതലങ്കാവിലെ ശാന്തിയാണ്, കൃഷ്ണൻ നമ്പൂരി തന്ത്രോളം നൈതലങ്കാവ്. അപ്പോൾ അവിടെ അഷ്ടബന്ധ കലശമുണ്ട്. അപ്പോൾ ഇവിടെ നവീകരണ കലശമാണല്ലോ. അപ്പോൾ ഈ അഷ്ടബന്ധ കലശവും നവീകരണ കലശവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അഷ്ടബന്ധ കലശം അത് അഷ്ടബന്ധം എന്ന് വെച്ചാൽ ഈ ബിംബത്തിനെ ആകാശാത്മകമായും പീഠത്തിനെ ബിംബത്തിനെ ആകാശാത്മകമായും പുരുഷാത്മകമായും പീഠത്തെ പൃഥ്വിയാത്മകമായും ശക്തിയാത്മകമായും സങ്കല്പിച്ച് ഇരുവരും തൻ്റെ ശക്തികളെ ചേർത്ത് ആകൽപാന്തം ലോകാനുഗ്രഹാർത്ഥം സ്ഥിതി ചെയ്യണു എന്ന് സങ്കല്പിച്ചിട്ടാണ് ഒരു ബിംബം ഒരു ക്ഷേത്രസംഘത്തിൽ പ്രതിഷ്ഠിക്കുക. അപ്പോൾ അങ്ങനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഈ ബിംബത്തിൻ്റെയും പീഠത്തിൻ്റെയും കൂടിയിട്ടുള്ള സമന്വയം ആണ് അവിടെ ശക്തി, ആ ഒരു ചൈതന്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബിംബപീഠങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ അഷ്ടബന്ധം എന്നത്. 8 തരത്തിലുള്ള ദ്രവ്യങ്ങളെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഒരു കൂട്ടാണത്. അപ്പോൾ ആ കൂട്ടിനെ മറ്റേ നവശക്തികളൊക്കെ ആവാഹിച്ചിട്ടാണ് അതിലേക്ക് അതവിടെ ഉറപ്പിക്കുക. അപ്പോൾ അതിന് വിഹതി വരുമ്പോൾ ആ അഷ്ടബന്ധത്തിൻ്റെ കൂട്ടിച്ചേർത്ത് അതിന് കേട് വരുമ്പോൾ അതിനെ നേരെയാക്കലാണ് അഷ്ടബന്ധ കലശം എന്നുള്ളതുണ്ട്. നവീകരണം എന്ന് വെച്ചാൽ ഈ ബിംബത്തിലുണ്ടാവുന്ന മൊത്തത്തിലുള്ള ചൈതന്യഹാനിയെ നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നവീകരണ കലശം എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടും വ്യത്യാസം അതാണ് അർത്ഥം. താങ്ക് യു. നവീകരണ കലശത്തിൽ അഷ്ടബന്ധക്രിയ വരുന്നുണ്ട്, പക്ഷെ അഷ്ടബന്ധ കലശത്തിൽ നവീകരണക്രിയ വരില്ല. പിന്നെ നവീകരണം കഴിഞ്ഞാൽ ഞാൻ പല ക്ഷേത്രങ്ങളിലും 4-ാം കലശത്തിൽ 500 കലശം 1000 കലശമൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇവിടെ 4-ാം കലശമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ഓരോ ക്ഷേത്രത്തിൻ്റെ ഇതിനനുസരിച്ചിട്ടാണ്. മുഴുവൻ എല്ലാ ദിക്കിലും ഇപ്പോൾ 4-ാം കലശം ഉണ്ടായിക്കോളണം വേണം എന്നുള്ളൊരു ഇതൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പ്രതിഷ്ഠയോട് കൂടിയിട്ട് അവസാനിപ്പിക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ ഒരു പദ്ധതി നിശ്ചയിച്ചേക്കുന്നത്. അങ്ങനെ പതിവുണ്ട്. ചില 4-ാം കലശം അതിൻ്റെ ധനസ്ഥിതിക്ക് അനുസരിച്ചിട്ട് അതും കൂടിയും ഒരു ഉൾപ്പെടുത്താറുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കലശം ചെയ്തപ്പോൾ അതും കൂടിയും ഉൾപ്പെടുത്തിയിട്ടാണ് ഉണ്ടായത്. ഓക്കെ, താങ്ക് യു. പ്രതിഷ്ഠാ ദിനം മാറുക എന്ന ഒരു ഇത് ഇവിടെ കേട്ടു. കുട്ടനാട് രാവണിപ്പണിക്കരുടെ അഷ്ടമംഗല്യ പ്രശ്നത്തിൽ ഞാൻ കേട്ടു. ഇവിടെ തിരുവോണ നക്ഷത്രത്തിലാണ് ഇവിടെ പ്രതിഷ്ഠാ ദിനം ആചരിക്കുന്നത്. അത് ഇനിയിപ്പോൾ പൂയ നക്ഷത്രത്തിലാണ് മാറുമോ? അത് ആ തിരുവോണ നക്ഷത്രത്തിൽ തന്നെ ആയിരിക്കും. സാധാരണഗതിയിൽ നവീകരണ കലശം ആടുമ്പോൾ സംഹാര കലശം എന്ന് എന്താ പറഞ്ഞില്ലേ, അത് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും പുതിയതായിട്ടാണോ, പുതിയ ഡേറ്റ് ആയിരിക്കും ഇനി നാളെ? പ്രതിഷ്ഠാദിനം ഓരോരുത്തരുടെ ഇപ്പോൾ തന്ത്രിമാരുടെ ഓരോരുത്തരുടെ ആചരണമാണത്, ഓരോ ദിക്കിലത്തെ ദേശാചാരം ആണത്. ഇപ്പോൾ ഇവിടുത്തെ പാരമ്പര്യം അനുസരിച്ചിട്ട്, ഞങ്ങളുടെ പാരമ്പര്യം അനുസരിച്ചിട്ട് ഈ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ പ്രതിഷ്ഠ മുഹൂർത്തമാണ് അതിൻ്റെ പിറന്നാളായിട്ട് എടുക്കാറ്. അപ്പോൾ ചിലർക്ക് അങ്ങനെയല്ല ആചരിക്കാത്തവരുണ്ട്. പഴയ തന്നെ
കൊണ്ട് നടത്തണവരുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ നമ്മളൊരു ഇവിടുത്തെ ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഒരു ആചാരം അനുസരിച്ചിട്ട് ഈ പുതിയ ഏത് പ്രതിഷ്ഠയ്ക്കാണോ ഏത് മുഹൂർത്തത്തിലാണോ പ്രതിഷ്ഠിച്ച് അതിൻ്റെ നാടാണ് പ്രതിഷ്ഠയായിട്ട് ആചരിക്കുന്നത്. ഇത് രാവണിപ്പണിക്കർ ഇവിടെ പറഞ്ഞപ്പോഴേ അതങ്ങനെ മാറില്ലല്ലോ, അത് എങ്ങനെ മാറുക എന്നൊക്കെ ഇവിടെ ഒരു സംവാദം ഉണ്ടായി. അപ്പം അതൊന്ന് തന്ത്രി മുഖ്യൻ്റെ അടുത്ത് തന്നെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി. താങ്ക് യു. ഇവിടെ ഈ കലശങ്ങളെ കുറിച്ച് ചോദിച്ച സ്ഥിതിക്ക് ഒന്ന് പറയാം. കാരണം ഇപ്പൊ ഇവിടെ നവീകരണ കലശമാണ്, നമുക്ക് 8 ദിവസത്തെയാണ്. അവിടെ ശിവന്റെ അമ്പലത്തിൽ ദ്രവ്യ കലശമാണ്, 5 ദിവസത്തെ കലശമാണ്. അപ്പോൾ ഇത് രണ്ടും ഇനിയിപ്പോ 11 ദിവസത്തെ നേരത്തെ പറഞ്ഞ പോലെയുള്ള കലശവും ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ദിക്കിലും അവിടെ ദ്രവ്യ കലശവും ഇവിടെ പ്രതിഷ്ഠയോടുകൂടിയുള്ള നവീകരണ കലശമാണ് നടക്കുന്നത്.